ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ പീഠാനുഭവ സ്മരണയിൽ ഏപ്രിൽ 18 ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളും മാനവരാശിയെ പാപത്തിൻ്റെ കരങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മോക്ഷത്തിൻ്റെ വഴി കാണിച്ചു തന്ന നിത്യരക്ഷകൻ്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്മരണകൾ ഉണർത്തി ഏപ്രിൽ 20 ഞായറാഴ്ച ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകളും പരിശുദ്ധ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ലോകമെമ്പാടും നടത്തപ്പെട്ടു. ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി മാതൃദേവാലയമായ വാഴൂർ സെൻറ് പീറ്റേഴ്സ് പള്ളിയിൽ ഹാശാഴ്ചയിലെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകമെമ്പാടും അഭിമന്യ പിതാക്കന്മാരും വന്യ വൈദിക ശ്രേഷ്ഠരും ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. പരിശുദ്ധ മാർപ്പാപ്പയുടേത് എപ്പോഴും വളരെ ഭവ്യമായ പെരുമാറ്റമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കുവാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതര സഭകളോട് സാഹോദര്യ ബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നും എല്ലാവർക്കും ഒരുമിച്ച് ഒരു കാസായിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്നതായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ആഗ്രഹം എന്നും മലങ്കര സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പോലീത്തയും എക്യൂമെനിക്കൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രസിഡൻറ്റുമായ അഭിമന്യ എബ്രഹാം മാർ സ്തേഫാനോസ് തിരുമേനി, എക്യൂമെനിക്കൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജേക്കബ് മാത്യു എന്നിവരുടെ സംഘം മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കും. 14 വർഷക്കാലം പരുമല സെമിനാരിയുടെ മാനേജരായി സേവനമനുഷ്ഠിച്ച വന്യനായ PV എബ്രഹാം അച്ഛന് പരുമല സെമിനാരി വിട ചൊല്ലി. അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലീത്ത, അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയോസ്, അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം എന്നീ മെത്രാപ്പോലീത്തന്മാരും സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, വൈദിക സംഘം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ്, ഫാദർ ഡോക്ടർ MO ജോൺ, നിരണം ഭദ്രാസന സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ എബ്രഹാം, നിരണം ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദികരുൾപ്പെടെ നിരവധി വൈദികർ, പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ, വിശ്വാസികൾ വന്യ വൈദിക ശ്രേഷ്ഠന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നു. പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ J മാത്തുക്കുട്ടിയും പുഷ്പചക്രം സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട PV എബ്രഹാം അച്ഛൻ്റെ സംസ്കാരം ഏപ്രിൽ 22 മംഗലം സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവക സെമിത്തേരിയിൽ നടത്തപ്പെട്ടു. അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത ബഹ്റിൻ ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് K ജേക്കബിനെ സന്ദർശിച്ചു. ഫാദർ ജേക്കബ് തോമസ് കാരയ്ക്കൽ, ഫാദർ തോമസ് ഊട്ടി PN, മിസ്റ്റർ സജി ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുമേനിയെ അനുഗമിച്ചു. പഹൽഗാം ഭാരതത്തിൻ്റെ ഹൃദയത്തിനേറ്റ മുറിവ് പരിശുദ്ധ കാതോലിക്ക ബാവ. പഹൽഗാം ഭീകരാക്രമണത്തിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അനുശോചനം രേഖപ്പെടുത്തി. പഹൽഗാം സംഭവം ഭാരതത്തിൻ്റെ ഹൃദയത്തിനേറ്റ മുറിവാണെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പ്രതികരിച്ചു. ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രിയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശസുരക്ഷയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളെയും നാം ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതാണ്. നമ്മുടെ മാതൃരാജ്യത്തിൽ സമാധാനവും പരസ്പര സ്നേഹ സഹകരണവും അനുദിനം പുലരുവാൻ ഇടയാകണം. നമ്മുടെ ഒരുമയും മാതൃരാജ്യത്തോടുള്ള കളങ്കമില്ലാത്ത സ്നേഹവും ഉയർത്തിപ്പിടിക്കേണ്ട സമയമാണിത്. ഇന്ത്യൻ ഭരണകൂടവും നമ്മുടെ അഭിമാനമായ സൈന്യവും ഈ ക്രൂരകൃത്യം നിർവഹിച്ചവരെ കണ്ടുപിടിക്കുകയും
രാജ്യത്തെ ഓരോ പൗരനും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നതായും പരിശുദ്ധ ബാവ തിരുമേനി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. പരുമല ആശുപത്രിയിൽ അത്യാധുനിക പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടു. പരുമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 23 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ വച്ച് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിച്ചു. കുട്ടികളുടെ അത്യാഹിത പരിചരണത്തിനായി പ്രത്യേകം സജ്ജീകരിച്ച പീഡിയാട്രിക് ICU, പീഡിയാട്രിക് വാർഡ്, OP വിഭാഗം എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ പുതിയ പീഡിയാട്രിക് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അഭിവന്ദ്യരായ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ്, ഡോക്ടർ യോഹന്നാൻ മാർ തേവോദോറോസ്, സക്കറിയ മാർ സേവേറിയോസ്, എബ്രഹാം മാർ എപ്പിഫാനിയോസ് എന്നീ പിതാക്കന്മാരും സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, ആശുപത്രിയുടെ സെക്രട്ടറിയും പ്രൊജക്ട് ഡയറക്ടറുമായ ശ്രീ വർക്കി ജോൺ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ MC പൗലോസ്, ആശുപത്രി ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. വൈദികർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഡൽഹിയിലെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ അംഗീകാരത്തോടെ 2025-26 അധ്യയന വർഷം പരുമല ആശുപത്രിയിൽ വിവിധ DNB കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ ഡോക്ടർമാരെ ആശുപത്രി കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. പരുമല ആശുപത്രിയിൽ ജൂബിലി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ശിലാസ്ഥാപനം നടത്തപ്പെട്ടു. പരുമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നിർവഹിച്ചു. 12,300 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3 ബ്ലോക്കുകളായാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നത്. ഈ പുതിയ സംരംഭം ആശുപത്രിയുടെ ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിക്കുവാനും അത്യാധുനിക ചികിത്സാരീതികൾ ലഭ്യമാക്കുവാനും സഹായിക്കും. ശിലാസ്ഥാപന ചടങ്ങിൽ അഭിവന്ദ്യ പിതാക്കന്മാർ, വൈദികർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടിക്കാനം മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് കേരള സ്പേസ് പാർക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ലഭിച്ചു. ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലുള്ള കുട്ടിക്കാനം മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് കേരള സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള കേരള സ്പേസ് പാർക്കിൻ്റെ അസോസിയേറ്റ് അംഗത്വം ലഭിച്ചു. KSPACE/EDIT/ASSN/006 എന്ന ക്രെഡൻഷ്യൽ അഫിലിയേഷൻ നമ്പർ ഉപയോഗിച്ച് വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും മികവ് പുലർത്തുന്നതിനുള്ള ഒരു സുപ്രധാന അംഗീകാരവും നാഴികകളുമാണെന്ന് കോളേജ് അറിയിച്ചു. ഒരു അസോസിയേറ്റ് കോളേജ് എന്ന നിലയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വളർന്നുവരുന്ന മേഖലയിലെ നൂതന വിഭവങ്ങൾ, അത്യാധുനിക ഗവേഷണ അവസരങ്ങൾ, സഹകരണ പദ്ധതികൾ എന്നിവയിലേക്ക് കോളേജിന് പ്രത്യേക പ്രവേശനം ലഭിക്കും. തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ശതോത്തര രജത ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പത്തനംതിട്ട സമ്മർ ഫെസ്റ്റ് കൺകോടിയ ഏപ്രിൽ 25 ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ല ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കലാ, സാഹിത്യ, സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന ഒരു മഹാസംഗമമാണ് ഈ ഫെസ്റ്റ്. മലയാള മനോരമയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹോർത്തൂസ് സാഹിത്യ സെഷനുകൾ ഇതിൻ്റെ പ്രധാന ആകർഷണമാണ്. കൂടാതെ 100-ൽ പരം സ്റ്റാളുകൾ, പ്ലാനറ്റോറിയം, പുഷ്പമേള, റോബോട്ടിക് എക്സ്പോ, ഫുഡ് കോർട്ട്, സെൽഫി കൗണ്ടറുകൾ ഉൾപ്പെടെ അനവധി ആകർഷണങ്ങൾ ഇതോടൊപ്പമുണ്ട്. മലങ്കര സഭയിൽ തന്നെ ആദ്യമായി ഒരു ഭദ്രാസനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രവർത്തനം നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിന് കൂടെ വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. നരിയാപുരത്ത് പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്ന റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ ധനശേഖരണാർത്ഥം ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന പണം വിനിയോഗിക്കുന്നതാണ്.
ചരിത്രമുറങ്ങുന്ന തിരുച്ചെങ്ങന്നൂർ മാതാപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ യൂഹാനോൻ മാർ ഈവാനിയോസ് ബാവായുടെ 231 ഓർമ്മപ്പെരുന്നാൾ ഏപ്രിൽ 21, 22 തീയതികളിൽ പരിശുദ്ധ സഭ ഭക്തിപൂർവം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇടുക്കി ഭദ്രാസനാധിപൻ അഭിവന്യ സക്കറിയാസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. നഷ്ടമായത് സ്നേഹനിധിയായ മാതാവിനെയെന്ന് പരിശുദ്ധ ബസിലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പ്രമുഖ സാഹിത്യകാരനും DC ബുക്സ് സ്ഥാപകനുമായിരുന്ന DC കിഴക്കേമുറിയുടെ സഹധർമ്മിണി പൊന്നമ്മ DC-യുടെ വേർപാടിൽ അനുശോചിക്കുന്നു. മലങ്കര സഭയിൽ പിറന്ന പ്രിയപ്പെട്ട പൊന്നമ്മ പരിചയക്കാർക്ക് അവരുടെ സ്വന്തം DC അമ്മാമ്മയാണ്. മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയുടെ ഏറ്റവും പ്രിയപ്പെട്ട അയൽക്കാരാണ് DC കുടുംബം. ആരോഗ്യം അനുവദിച്ചിരുന്ന നാളത്രയും അരമനയിലെ ശുശ്രൂഷകളിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയമാതാവ്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ മുതലുള്ള കാതോലിക്ക ബാവമാരുമായി ആത്മീയ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. പ്രിയപ്പെട്ട പൊന്നമ്മ DC-യുടെ വേർപാട് സാഹിത്യ കുടുംബത്തിന് മാത്രമല്ല മലങ്കര സഭയ്ക്കും തീരാ നഷ്ടമാണ്. സ്നേഹനിധിയായ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. പ്രിയമാതാവിന് ഇമ്പങ്ങളുടെ പറുദീസയിൽ സർവശക്തനായ ദൈവം ഇടം നൽകട്ടെ എന്നും പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കരസേനയിൽ നായിക് സുബേദാർ റാങ്കിൽ റിലീജിയസ് ടീച്ചറായി ചുമതലയേൽക്കുന്ന മലങ്കര സഭയിലെ വൈദികനും തുമ്പമൺ ഏറം സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവാംഗവുമായ ഫാദർ ജിം M. ജോർജിനും UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 81 റാങ്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി റീനു അന്ന മാത്യുവിനും കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറായി ചുമതലയേറ്റ ഡോക്ടർ ടിജു തോമസ് IRS-നും ACSIR RMIT യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫി ഇൻ സയൻസിൽ ഡബിൾ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ നെല്ലിക്കപ്പള്ളി ശ്രീ ബില്ലു എബ്രഹാമിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.